ഹായ് ഫ്രണ്ട്സ്, ഇയാമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു 15-20 മിനിറ്റ് കൊണ്ട് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള നമ്മുടെ നാടൻ കറി പരിപ്പും തക്കാളിയും എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കിയാലോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ തുവരപ്പരിപ്പ് എന്ന് പറഞ്ഞ പരിപ്പാണ് എടുത്തേക്കുന്നത്. നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 2 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചെറിയ തക്കാളിയാണ്, നാടൻ തക്കാളിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 പച്ചമുളക് നീളത്തിലൊന്ന് കീറിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പരിപ്പ് വേകാനുള്ള വെള്ളം, പരിപ്പായതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ ഇച്ചിരി വെള്ളം കൂടുതൽ നിൽക്കണം, അല്ലെങ്കിൽ അരിയിൽ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. അപ്പോൾ ആ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ. 3 വിസിൽ കേൾക്കുമ്പോഴത്തേനും വെന്ത് കിട്ടും. നമുക്ക് അരപ്പ് തയ്യാറാക്കാൻ നേരം കൊണ്ട് അതിനുവേണ്ടി ഞാൻ 1 കപ്പ് തേങ്ങയാണ് എടുത്തേക്കുന്നത്. ഒരു 1/4 ടീസ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കാം, ചെറിയ ജീരകമാണ്. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരയ്ക്കണം കേട്ടോ. ഇത് നമ്മൾ വേവിക്കാൻ വെച്ച പരിപ്പിൻ്റെ ഒക്കെ ആവി പോയിട്ടുണ്ട്. നമുക്ക് തുറന്നിട്ട് ഒരു തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകി ചേർത്ത് കൊടുക്കാം. ഇളക്കിയിട്ട് വെള്ളം ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. എത്ര ചാറ് വേണോ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. പരിപ്പായതുകൊണ്ട് ഇരിക്കുമ്പോഴൊന്ന് കുറുകും, അതനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് ഈ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു 3-4 ചെറിയുള്ളി ചെറുതാക്കി കീറിയത് ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇതിന് കളറൊന്ന് മാറി വരണം. ഇതിലേക്ക് നമുക്ക് 2 തണ്ട് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം, വറ്റൽ മുളക്. ഇത്ര മതി. നമുക്കിനി നമ്മൾ തിളപ്പിച്ച് വെച്ചേക്കുന്ന ആ കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റുള്ള, വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന പരിപ്പും തക്കാളിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.